സാരല്യാനോ, ഇനി അതാലോചിച്ച് വിഷമിച്ചിട്ട് എന്താ കാര്യം? വേണിക്ക് ഒന്നും പറ്റിയില്ലല്ലോ. വേണി അപകടത്തിലാണെന്ന് നമുക്കറിയില്ലായിരുന്നല്ലോ. നീ കരയാതെ. കരഞ്ഞുകൊണ്ട് വേണിയുടെ അടുത്തിരിക്കുന്നവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അനൂപ് പറഞ്ഞു. ചേച്ചി അപകടത്തിലാണെന്ന് അനൂപേട്ടൻ അറിയില്ലായിരുന്നു. പക്ഷേ എന്നോട് പറഞ്ഞതാ കൂടെ നിന്ന് മാറരുത് എന്ന്. എൻ്റെ തെറ്റാ. സാരില്ല, പോട്ടെ. നീ കരച്ചിലൊന്ന് നിർത്തിക്കേ. അനുവിൻ്റെ കരയുന്ന മുഖം അസ്വസ്ഥതയോടെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. വേണി ഉണർന്നു. ഇല്ല. എന്ത് പറ്റിയതാ വേണിക്ക്? ഡോക്ടറെ വിളിക്കണോ? അകത്തേക്ക് ചോദ്യത്തോടെ കടന്നു വന്ന ഭദ്രനെ കാണെ അനൂപ് അവനടുത്ത് നിന്നും എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും. എൻ്റെ ഭദ്ര, മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ നീയൊന്ന് പറ, എന്താ ഇവിടെ നടക്കുന്നേന്ന്? വേണിയെ നോക്കി അവൾക്കടുത്തായി ഇരുന്ന് കൈ ചേർത്ത് പിടിച്ചവനെ കാണെ അരവിന്ദ് ക്ഷമകെട്ട് ചോദിച്ചു. വേണിയെ എന്നിൽ നിന്ന് അകറ്റാൻ ഒരു ചെറിയ ശ്രമം നടന്നതാ. അത് പരാജയപ്പെട്ട രംഗങ്ങളാണ് നീ ഇപ്പോൾ കണ്ടത്. ആര്? വേണിയോടതിന് ആർക്കാ ശത്രുത? ഭദ്രൻ പറഞ്ഞത് കേൾക്കെ അനൂപ് സംശയത്തോടെ ചോദിച്ചു. വേണിയോടല്ലല്ലോ, എന്നോടായിരുന്നു. എന്നെ തകർക്കാനുള്ള ഒരു വഴിയായിരുന്നു വേണി. പിന്നെ ചെറിയ ഞരമ്പിൻ്റെ അസുഖമുള്ളവരുമായോണ്ട് വേണിയെ തന്നെ ചൂസ് ചെയ്തു എന്നേ ഉള്ളൂ. സൂര്യ ഉണ്ടായിരുന്നോ കൂട്ടത്തിൽ? ഉണ്ടായിരുന്നു. സന്ദീപും പ്രദീപും. കൂടെ ശ്രേയ കൂടിയപ്പോൾ കോളം തികഞ്ഞു. അരവിന്ദ് ഗൗരവത്തിൽ ചോദിച്ചത് കേൾക്കെ ഭദ്രൻ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. ഛേ, ഇവർക്കൊക്കെ എങ്ങനെ പറ്റുന്നു സ്വന്തം ചേട്ടനെ തന്നെ ദ്രോഹിക്കാൻ? അനു പുച്ഛത്തോടെ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. വേണിയെ കാണാതെ ഞങ്ങൾ ആകെ പേടിച്ചു പോയി. നിന്നെ വിളിച്ചിട്ട് നീ ഫോണും എടുക്കുന്നില്ലായിരുന്നു. വേണി അപകടത്തിലാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? നീ കണ്ടിരുന്നോ? ഇത് കണ്ടോ നിങ്ങൾ? ഇതൊരു GPS ട്രാക്കറാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ഒരു മുൻകരുതൽ എന്നോണം ഞാൻ ഇട്ടുകൊടുത്തതാണ്. വേണിക്ക് അറിവില്ലായിരുന്നു അത്. വേണിയുടെ കഴുത്തിൽ കിടക്കുന്ന ഹാർട്ട് ഷേപ്പ് ലോക്കറ്റ് കയ്യിലെടുത്ത് കാണിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു തുടങ്ങി. ഒരു ഡിസ്റ്റൻസ് അകലേക്ക് വേണി പോയപ്പോൾ തന്നെ എനിക്ക് ഫോണിൽ ബീപ്പ് ശബ്ദം കേട്ടിരുന്നു. ആ സമയം ഞാൻ കണ്ടത് വേണിയെ ചേർത്ത് പിടിച്ച് ലിഫ്റ്റിലേക്ക് കയറുന്ന ശ്രേയയാണ്. വേണിക്ക് എന്ത് പറ്റിയതാ അപ്പോൾ? വെള്ളത്തിൽ വല്ലതും ചേർത്ത് കൊടുത്തതാണോ? ഭദ്രൻ പറഞ്ഞത് കേൾക്കെ അനൂപ് സംശയത്തോടെ ചോദിച്ചു. ആയിരിക്കണം. അനു, ഇവിടെ വന്നതിൽ പിന്നെ വേണി എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ ചോദിച്ചപ്പോൾ വേണ്ട എന്നാണ് പറഞ്ഞത്. ഭദ്രൻ ചോദിച്ചത് കേൾക്കെ അനു ആലോചനയോടെ പറഞ്ഞു. എനിക്ക് കുറച്ച് സംശയമുണ്ട്. ഡോക്ടർ വരട്ടെ, ഞാനൊന്ന് ഉറപ്പിച്ചിട്ട് പറയാം. എന്നിട്ട് നീ ബാക്കി പറ. ലിഫ്റ്റ് 4-ാം നിലയിൽ നിർത്തിയത് കണ്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ വേണിയെ റൂമിലേക്ക് തള്ളുന്ന ശ്രേയയാണ് കണ്ടത്. ശ്രേയ ഇതിൽ എങ്ങനെ വന്നു? സന്ദീപിൻ്റെ കൂടെ ചേർന്നതാ. വീട്ടിൽ വെച്ച് 2 പേരുടെയും കണ്ണുകൊണ്ടുള്ള കളിയൊക്കെ കണ്ട് എനിക്ക് സംശയം തോന്നിയിരുന്നു. വേണിയെ അകത്താക്കി റൂം പൂട്ടാൻ നേരം എന്നെ അവിടെ കണ്ട് പകച്ചു നിന്ന സമയം ഞാനൊന്ന് പൊട്ടിച്ചിരുന്നു ശ്രേയക്കിട്ട്. അതോടെ സത്യം പുറത്തു വന്നില്ലേ, സന്ദീപ് ചെയ്യിപ്പിച്ചതാണെന്ന്. അരവിന്ദൻ്റെ ചോദ്യം കേൾക്കെ ഭദ്രൻ പരിഹാസത്തോടെ പറഞ്ഞു. അച്ചു, അവൾക്ക് ഈ പ്ലാനിങ് എല്ലാം അറിയാമായിരുന്നോ? വേണിയുടെ പേരിലുള്ള സ്വത്ത് വക അച്ചു പറഞ്ഞു കൊടുത്തിരുന്നു. വേണിയെ ശ്രേയ കൊണ്ടുപോകുന്നത് നോക്കി ചിരിയോടെ നിന്നവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? അച്ചുവിനെ ഓർത്ത് ഒരു പുച്ഛത്തോടെ ഭദ്രൻ പറഞ്ഞു. അത് ശരിയാ, സന്ദീപും അച്ചുവും ചേരും. രണ്ടിൻ്റെയും ഒരേ സ്വഭാവമാണല്ലോ. എന്നിട്ട് പിന്നെ അച്ചുവിനെ എങ്ങനെ അവിടെ എത്തിച്ചു? ശ്രേയയുടെ ഫോണിൽ പോലീസിന് കൈമാറാൻ ഞാൻ എടുത്തിരുന്നു. അതിൽ നിന്ന് ശ്രേയയെ കൊണ്ട് ഞാൻ അച്ചുവിന് ഫോൺ ചെയ്യിപ്പിച്ചു. സന്ദീപ് പറഞ്ഞതാണെന്ന് പറഞ്ഞാണ് വിളിച്ചത്. വേണിയുടെ ഫോണും ആഭരണവും എല്ലാം മാറ്റാമെന്ന് പറഞ്ഞു തീരും മുൻപ് അവൾ അവിടെ എത്തിയിരുന്നു. പിന്നെ പുറകിൽ നിന്ന് ഒരു സ്പ്രേ. ആളുടെ ബോധം പോയില്ലേ? വേണിയെ കൊണ്ടുയിടാൻ സന്ദീപ് പറഞ്ഞെടുത്ത് അച്ചുവിനെ മൂടി പുതച്ചങ്ങിട്ടു. ശ്രേയയെ കൊണ്ട് തന്നെ പോലീസിനെയും വിളിപ്പിച്ചു. അവരുടെ കാര്യത്തിൽ തീരുമാനമായി. നന്നായി. 2 പേർക്കും ഇതിലും വലിയ പണി കിട്ടാനില്ല. പ്രദീപിൻ്റെ കാര്യം നീ എങ്ങനെ അറിഞ്ഞു? ഭദ്രൻ പറഞ്ഞത് കേൾക്കെ അരവിന്ദ് ചിരിയോടെ പറഞ്ഞു. ശ്രേയ തന്നെ പറഞ്ഞതാ. സൂര്യയും പ്രദീപും തമ്മിലുള്ള പ്ലാൻ ആയിരുന്നു വേണിയെ എന്നിൽ നിന്ന് അകറ്റുക എന്നുള്ളത്. ആ സന്ദീപ് അതിനിടയ്ക്ക് കയറി കളിച്ചത് കൊണ്ടാ അവനും പണി കിട്ടിയത്.
എന്തായാലും ശ്രേയയെ പ്രദീപിൻ്റെ വാഷ്റൂമിലാക്കി ഞാൻ പറയാനുള്ളത് പറയിപ്പിച്ചു കൊടുത്തു. കുറച്ച് ഭീഷണിയും അതും ഏറ്റു. ഞാൻ വിളിച്ച പ്രകാരം മീര വന്നപ്പോൾ ശ്രേയ കുറ്റസമ്മതം നടത്തിയില്ലേ? പ്രദീപ് വിളിച്ചിട്ടാ വന്നതെന്ന്. പ്രദീപിനെ എങ്ങനെ മുറിയിലെത്തിച്ചു നീ? ഭദ്രൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടിരുന്നു കൊണ്ട് അരവിന്ദ് ചോദിച്ചു. ശ്രേയയെ വാഷ്റൂമിലാക്കി തിരിഞ്ഞു വന്നപ്പോഴേക്കും താഴെ സന്ദീപിൻ്റെ മുന്നിൽ പോലീസ് എത്തിയിരുന്നു. അവൻ്റെ ഫോൺ മേടിച്ച് സൂര്യയ്ക്ക് മെസ്സേജ് അയച്ചു, വേണി പ്രദീപിൻ്റെ റൂമിലുണ്ടെന്ന്. സൂര്യ വഴി പ്രദീപ് കെണിയിൽ വന്ന് വീഴുകയും ചെയ്തു. ഓഹ്, ഒരു സിനിമ കണ്ട ഫീലുണ്ട്. എന്തായാലും നീ മിടുക്കനാ. എൻ്റെ കൂടെ നടന്ന് കുറച്ച് ബുദ്ധിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭദ്രൻ പറഞ്ഞത് കേൾക്കെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അരവിന്ദൻ പറഞ്ഞു. അല്ലടാ, പ്രദീപ് ഇനി പ്രശ്നത്തിന് വരില്ലല്ലോ അല്ലേ? അരവിന്ദനെ കൂർപ്പിച്ചു നോക്കി നിൽക്കുന്ന ഭദ്രനെ നോക്കി അനൂപ് ചോദിച്ചു. ഏയ്, ഭാര്യയുടെ സ്വത്തിൻ്റെ പുറത്തല്ലേ അവൻ ഈ ചെയ്തു കൂട്ടിയതെല്ലാം. മീര ഒരു പാവമായതുകൊണ്ട് ഇതുവരെ അവൻ പറ്റിച്ചു. ഇന്ന് കയ്യോടെ പിടിച്ചതുകൊണ്ട് അവളിനി അവനെ അടുപ്പിക്കില്ല. അനൂപ് ചോദിച്ചത് കേൾക്കെ അരവിന്ദൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു. നീ ഇതെന്താ വിഷമിച്ചിരിക്കുന്നേ? വേണിക്കൊന്നും പറ്റിയില്ലല്ലോ, പിന്നെന്താ? അത് വേണിയെ നോക്കാത്തതിലുള്ള കുറ്റബോധമല്ലേ? ഭദ്രൻ ചേർത്ത് പിടിച്ചിരിക്കുന്ന അനുവിനെ നോക്കി പരിഹാസത്തോടെ അരവിന്ദൻ പറഞ്ഞു. സൂര്യ വന്ന് എന്തോ പറഞ്ഞത് കേട്ട് ആ ചൊടിയിൽ അവൾ എന്നെയും വിളിച്ച് മാറിയതാടാ. പോട്ടെ, അത് വിട്ടേരെ. എല്ലാവരും കുറ്റം പറയുന്നവളെ കാണെ അനൂപ് ദയനീയമായി പറഞ്ഞു. ഞാൻ മെസ്സേജ് അയച്ചിട്ടാ അനൂപേട്ടൻ വന്നത് എന്ന് പറഞ്ഞല്ലോ. സത്യാണോ? അങ്ങനെയൊരു മെസ്സേജ് വന്നിരുന്നോ? മുഖം തുടച്ച് അനൂപിനടുത്തേക്ക് ചെന്നുകൊണ്ട് അനു ആലോചനയോടെ ചോദിച്ചു. അതെ, ദാ വിശ്വാസമില്ലെങ്കിൽ നോക്ക്, നീ അയച്ചതല്ലേ ഇത്? അല്ല, ഞാൻ അയച്ചിട്ടില്ല. പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് മെസ്സേജ് കാണിക്കുന്നവനെ നോക്കി അനു ഉറപ്പോടെ പറഞ്ഞു. അപ്പോൾ പിന്നെ സൂര്യേച്ചി ചെയ്തതാ. ഫോണിൽ ബാലൻസ് ഇല്ലെന്ന് പറഞ്ഞ് എൻ്റെ ഫോൺ കോൾ ചെയ്യാൻ മേടിച്ചിരുന്നു ഇന്ന് രാവിലെ. അനൂപിൻ്റെ ചോദ്യം കേൾക്കെ അനു ഗൗരവത്തിൽ പറഞ്ഞു. അവൾ അനുവിനെ മാറ്റാൻ അറിഞ്ഞോണ്ട് ഒപ്പിച്ച പണി തന്നെയാ. അവൾക്കിട്ടൊരു പണി കൊടുത്തില്ലല്ലോ ഭദ്ര നീ. അനു പറഞ്ഞത് കേൾക്കെ ഭദ്രന് നേരെ തിരിഞ്ഞുകൊണ്ട് അനൂപ് ദേഷ്യത്തോടെ ചോദിച്ചു. അത് വഴിയേ കൊടുക്കണം, കൊടുത്തേ പറ്റൂ. അനൂപ് പറഞ്ഞത് കേൾക്കെ മനസ്സിലെന്തോ ഉറപ്പിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു. ആരേലും വന്ന് എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ കൂടെയുള്ളവരെ ഒറ്റയ്ക്കാക്കി പോകാൻ പാടുണ്ടോ? ഇതൊന്നും ചെയ്ത തെറ്റിനുള്ള മറുപടിയാകുന്നില്ല. ഭദ്രൻ പറഞ്ഞത് കേൾക്കെ അനുവിനെ ഒന്ന് ഇടങ്കണ്ണിട്ട് നോക്കിക്കൊണ്ട് അരവിന്ദ് പറഞ്ഞു. സാരമില്ല, നീ വിട്ടേരെ. വേണിക്കൊന്നും പറ്റിയില്ലല്ലോ. തല താഴ്ന്നു നിൽക്കുന്ന അനുവിനെ നോക്കി അരവിന്ദൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു. ഡോക്ടറായിരിക്കും. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ട് ഭദ്രൻ പറഞ്ഞു. എന്താടോ, എന്താ പറ്റിയേ? കതക് തുറക്കെ അകത്തേക്ക് കയറിക്കൊണ്ട് ഡോക്ടർ ചോദിച്ചു. ബോധം മറഞ്ഞു വീണതാ. ഇപ്പോഴും ഉണർന്നിട്ടില്ല ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ കൂടെ വേണിക്കരികിലേക്ക് നടന്നുകൊണ്ട് ഭദ്രൻ പറഞ്ഞു. എത്ര നേരമായി ബോധം മറിഞ്ഞിട്ട്? ഒരു 2 മണിക്കൂറാകുന്നു. ഡോക്ടർ ചോദിച്ചത് കേൾക്കി ശ്രേയയ്ക്കൊപ്പം ലിഫ്റ്റിൽ കയറുന്നവളെ മുഖമോർക്കെ ഭദ്രൻ പറഞ്ഞു. ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. പരിശോധനയിൽ സ്ലീപ്പിംഗ് പിൽസ് പോലെ എന്തോ ശരീരത്തിൽ കയറിയിട്ടുണ്ട് എന്നാണ് ഊഹം. കൂടുതൽ അറിയണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. BP ചെക്ക് ചെയ്യാൻ എടുത്തതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. ടെസ്റ്റ് ചെയ്യണം ഡോക്ടർ. എന്താ പറ്റിയതെന്ന് ഞങ്ങൾക്കറിയണം. വേണിയെ നോക്കി ഉറപ്പോടെ ഭദ്രൻ പറഞ്ഞു. എടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് റിസൾട്ട് തരാം. ഭദ്രന് അയച്ചേക്കാം റിസൾട്ട്. വേണിക്ക് കുഴപ്പമൊന്നുമില്ല. മയക്കം വിട്ട് വരുമ്പോൾ ഓക്കെ ആയിരിക്കും കേട്ടോ. ബ്ലഡ് എടുത്ത ശേഷം വേണിക്കടുത്ത് നിന്നും എഴുന്നേറ്റ് ഭദ്രനരികിൽ പോയി കൈ കൊടുത്തുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. താങ്ക്സ് ഡോക്ടർ. ഞാൻ ഇറങ്ങാം അങ്ങോട്ടേക്ക്. നേർത്ത ചിരിയോടെ ആ കയ്യിൽ പിടിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു. അതിന് ചിരിയോടെ തലയാട്ടിക്കൊണ്ട് ഡോക്ടർ പുറത്തേക്ക് നടന്നിരുന്നു. എന്താടാ, എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? കണ്ണുകൾ പ്രയാസപ്പെട്ട് തുറന്നവളെ കാണെ വേവലാതിയോടെ അവൾക്കരികിൽ ഇരുന്ന് ഭദ്രൻ ചോദിച്ചു. ഇല്ല, നമ്മൾ എവിടെയാ ഭദ്രേട്ടാ? എന്താ പറ്റിയേ എനിക്ക്? ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഒന്നുമില്ലടോ, നമ്മൾ ഫംഗ്ഷന് വന്നപ്പോൾ തനിക്കൊന്ന് തല ചുറ്റിയതാ. ഇപ്പോൾ ഓക്കെ അല്ലേ താൻ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ശ്രേയ എന്നെ ഒരു റൂമിലേക്ക് തള്ളിയത് വരെ ഓർമ്മയിലുള്ളൂ. അതെന്തിനാ ആ കുട്ടിയെ അങ്ങനെ ചെയ്തേ? ഭദ്രൻ ചോദിച്ചത് കേൾക്കെ കുറച്ചു മുൻപ് നടന്നത് ഓർത്തുകൊണ്ട് വേണി പറഞ്ഞു. അതെല്ലാം വിശദമായി കാറിൽ വെച്ച് പറഞ്ഞു തരാം. പെങ്ങള് വാ. ഒരു അതിഥിയെ വിളിച്ചുകൊണ്ട് ഒരുത്തൻ തറവാട്ടിലേക്ക് വരുന്നുണ്ട്. അവരവിടെ എത്തുന്നതിന് മുൻപേ നമുക്ക് അവിടെ പോയി ഒരു പടക്കമൊക്കെ സെറ്റ് ചെയ്ത് വെക്കണ്ടേ? വാ.
വാ, പോകുന്ന വഴി എല്ലാം പറഞ്ഞു തരാം. അരവിന്ദ് പറഞ്ഞത് മനസ്സിലാകാതെ നോക്കുന്നവളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു. ഇവൾക്കിത് എന്താ പറ്റിയേ? മുഖം വാടിയിരിക്കുവാണല്ലോ. നിന്നെ നോക്കിയില്ല എന്ന് പറഞ്ഞ് ദേ അവൻ ചൂടാക്കിയതാ. ഒരു വശത്ത് മാറി വിഷമത്തിൽ നിൽക്കുന്നവളെ നോക്കി വേണി ചോദിച്ചത് കേൾക്കെ ഭദ്രൻ അരവിന്ദനെ ചൂണ്ടി പറഞ്ഞു. എന്നെ നോക്കാനോ? അതിപ്പോ എന്തിനാ? എന്താ അരവിന്ദേട്ടാ ഇത്? ഇതിപ്പോ അവൾ നോക്കിയാലും ഇല്ലേലും സംഭവിക്കാനുള്ളത് സംഭവിക്കും. പോയി പ്രശ്നം പരിഹരിച്ചേ. ഈ പെണ്ണിൻ്റെ ബഹളമില്ലാതെ എനിക്കിപ്പോൾ തീരെ പറ്റില്ല. കാര്യം മനസ്സിലായില്ല എങ്കിലും വേണി അരവിന്ദനോട് പറഞ്ഞു. ആ പോട്ടെ, സാരമില്ല. വേണി പറഞ്ഞത് കേൾക്കെ ഒന്ന് മടിച്ചു നിന്നെങ്കിലും അവളുടെ കൂർപ്പിച്ച നോട്ടം കാണെ അനുവിനടുത്തേക്ക് പോയി അവളെ നോക്കാതെ അരവിന്ദൻ ഗൗരവത്തിൽ പറഞ്ഞു. സോറി ഏട്ടാ. പോട്ടെ പോട്ടെ, ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു പോയതാ. കരയാതെ നീ, അത് കഴിഞ്ഞില്ലേ? താൻ പറഞ്ഞതും പൊടുന്നനെ തിരിഞ്ഞ് തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നവളെ കാണെ ഉള്ളൊന്ന് പിടഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അരവിന്ദൻ പറഞ്ഞു. മതി പെണ്ണെ കരഞ്ഞത്. അരവിന്ദേട്ടൻ്റെ പിണക്കമെല്ലാം മാറിയില്ലേ? ഇനി എൻ്റെ പഴയ അനുവായിട്ട് ഇങ്ങ് വന്നേ. എനിക്ക് എന്തൊക്കെയോ കഥ പറഞ്ഞു തരാനുള്ളതല്ലേ? അരവിന്ദൻ്റെ കൈക്കുള്ളിൽ നിൽക്കുന്ന അനുവിൻ്റെ തലയിൽ തടവിക്കൊണ്ട് ഭദ്രൻ അരികിൽ നിന്ന് വേണി പറഞ്ഞതും കണ്ണു തുടച്ചുകൊണ്ട് അവൾ വേണിയെയും ഭദ്രനെയും കെട്ടിപ്പിടിച്ചിരുന്നു. എങ്കിൽ പിന്നെ എന്നെയും. ഇതിപ്പോൾ എന്നെ മാത്രം കെട്ടിപ്പിടിച്ചില്ലല്ലോ. ഞാൻ മാത്രമേ ഇത്ര നേരം ആശ്വസിപ്പിക്കാൻ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാരെയും ചേർത്ത് പിടിച്ച് ചിരിയോടെ നിൽക്കുന്നവളെ കാണെ കുശുമ്പോടെ അനൂപ് പറഞ്ഞു. അതിനെന്താ, വാളിയാ, നമുക്ക് കെട്ടിപ്പിടിക്കാം. വേണ്ട വേണ്ട, വിടടാ. ശ്വാസം വിടാൻ സമയം താടാ തെണ്ടി. അനൂപ് പറഞ്ഞതും തിരിഞ്ഞ് തന്നെ മുറുകെ കെട്ടിപ്പിടിച്ച് വരിഞ്ഞു മുറുക്കുന്ന അരവിന്ദനിൽ നിന്നും കുതറി മാറാൻ നോക്കിക്കൊണ്ട് അനൂപ് പറഞ്ഞു. ഇനി ആങ്ങളമാരുടെ മുൻപിൽ വെച്ച് പെങ്ങളോട് കെട്ടിപ്പിടിക്കാൻ പറയുമോ മോനെ? ഇല്ല അളിയ, ഞാൻ പറയൂല. വിടടാ, താഴെ ഇറക്കടാ. കാൽ നിലത്ത് കുത്താതെ അരവിന്ദൻ്റെ കൈ വലയത്തിൽ നിന്നുകൊണ്ട് അനൂപ് വിളിച്ചു പറഞ്ഞു. മിടുക്കൻ. കുറച്ച് വെള്ളം എടുക്കട്ടെ? വേണ്ട, നീ തന്നെ അങ്ങ് കുടി. കുറെ ബലം ഉപയോഗിച്ചതല്ലേ. കുറച്ച് മസിലുള്ളതിൻ്റെ അഹങ്കാരം ആ തെണ്ടിക്ക്. താഴെ കാൽ കുത്തിയതും അരവിന്ദൻ ചോദിച്ചത് കേൾക്കെ അനൂപ് പിറുപിറുത്തു. അത് കേട്ട് അവിടെ മുഴുവൻ നിറഞ്ഞ് എല്ലാവരുടെയും ചിരിയുടെ ശബ്ദത്തിൽ അനുവിൻ്റെ ചിരി മാത്രമായി അനൂപ് അത്രയും സന്തോഷത്തോടെ നോക്കി നിന്നു. എൻ്റെ ബോധം പോയ കുറച്ച് സമയം കൊണ്ട് ഇത്രയൊക്കെ ട്വിസ്റ്റ് സംഭവിച്ചു. വീഡിയോ എടുത്ത് വെച്ചിരുന്നു എങ്കിൽ അങ്ങനെയെങ്കിലും കാണാമായിരുന്നല്ലോ ഭദ്രേട്ടാ. അനൂപ് കാറിൽ വീട്ടിലേക്ക് പോയ ശേഷം ഭദ്രനും അരവിന്ദനും അനുവിനുമൊപ്പം കാറിൽ ശ്രീമംഗലത്തേക്കുള്ള യാത്രയിൽ എല്ലാം കേട്ടുകൊണ്ട് വേണി പറഞ്ഞു. ബോധം തെളിയണ്ടായിരുന്നു എന്നല്ലേ നീ ഇപ്പോൾ ഓർത്തത്? വേണിയുടെ ചോദ്യം കേൾക്കെ അരവിന്ദൻ്റെ നേർക്ക് നോട്ടം പായിച്ച് ഭദ്രനെ കാണെ അരവിന്ദൻ പറഞ്ഞു. ആ, പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞതാണോ കുറ്റം? ഇതൊക്കെ കാണാൻ ആർക്കായാലും തോന്നൂലേ? അവിടെ CCTV ഒന്നുമില്ലായിരുന്നോ ഏട്ടാ? ഭദ്രൻ്റെയും അരവിന്ദൻ്റെയും സംസാരം കേൾക്കെ മുഖം വീർപ്പിച്ച് വെച്ചിരിക്കുന്ന വേണിയെ കാണെ അനു ചോദിച്ചു. അത് പ്രദീപ് ഓഫാക്കിയിട്ട് കാണില്ലേ അനു? വേണേൽ സന്ദീപിൻ്റെ വീഡിയോ നമ്മുടെ ആൾക്കാരിൽ നിന്ന് മേടിച്ചു തരാം. അവർക്ക് എങ്ങനെ അത് കിട്ടി? ഭദ്രൻ പറഞ്ഞത് കേൾക്കെ അരവിന്ദ് സംശയത്തോടെ ചോദിച്ചു. മീഡിയക്കാർ എന്ന് പറഞ്ഞു വന്നത് ഞാൻ വിളിച്ച നമ്മുടെ ആൾക്കാർ തന്നെയാ. എന്തൊക്കെ പറഞ്ഞാലും ശ്രീമംഗലത്തെ ആണല്ലോ അവനും. നമ്മുടെ തറവാടിനല്ലേ നാണക്കേട്. അവൻ അച്ചുവിനെ കെട്ടാൻ സമ്മതമെങ്കിൽ മീഡിയ മുന്നിൽ വേണമായിരുന്നു. അതാ അങ്ങനെ ചെയ്തത്. ആ, എങ്ങനെയായാലും കെട്ടിയാ മതി. ദേ ചെറിയമ്മ വരുന്നു. അനു പറഞ്ഞുകൊണ്ട് ഇരുന്നതും കാർ ശ്രീമംഗലത്ത് നിർത്തിയത് കാണെ അകത്തുനിന്ന് ഇറങ്ങി വരുന്ന ലളിതയെ കണ്ടുകൊണ്ട് അനു പറഞ്ഞു. പൂമുഖവാതിൽക്കൽ കാര്യം എന്തായി എന്നറിയാനുള്ള നിൽപ്പാണെന്ന് തോന്നുന്നല്ലോ ചെറിയമ്മ. കാറിനുള്ളിലേക്ക് ഏന്തി വലിഞ്ഞ് ആകാംക്ഷയോടെ നോൽക്കുന്ന ലളിതാമ്മയെ കാണെ അരവിന്ദ് ചിരിയടക്കിക്കൊണ്ട് പറഞ്ഞു. ശരിക്കും അറിയിക്കുന്നുണ്ട് ഞാൻ. കാറിൽ നിന്ന് ലളിതാമ്മയെ നോക്കി കനത്തിലൊന്ന് മൂളിക്കൊണ്ട് കലിപ്പിച്ച ഭാവത്തോടെ ഭദ്രൻ കാറിന് പുറത്തേക്ക് ഇറങ്ങി. അല്ല അരവിന്ദേട്ടാ, സൂര്യേച്ചി എവിടെ? കണ്ടില്ലല്ലോ. പിന്നെ കാറും എടുത്ത് എങ്ങോട്ടോ ചീറിപ്പാഞ്ഞു പോകുന്നത് കണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടു. അടുത്ത പണി കൊണ്ടുവരാനായിരിക്കും. കാറിൽ വേണിയെ പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങവേ അനു ചോദിച്ചത് കേൾക്കെ അരവിന്ദൻ പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. വേണിയേച്ചിയെ കണ്ട് നമ്മുടെ ചെറിയമ്മ എന്താ കിളി പോയ പോലെ നിൽക്കുന്നത്? സംതിങ് ഫിഷി. വേണിയെ കണ്ട് ഞെട്ടി നിൽക്കുന്ന ലളിതാമ്മയെ കണ്ടുകൊണ്ട് അനു കാറിൽ ചാരി നിന്നുകൊണ്ട് പറഞ്ഞു. എന്താടി ഫിഷിയോ? എന്ത് ഫിഷ്?
അനുവിൻ്റെ കയ്യിൽ ബാഗ് കൊടുത്തുകൊണ്ട് വേണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഭദ്രനെ ഒന്ന് നോക്കിക്കൊണ്ട് അനുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അരവിന്ദൻ പതിയെ സംശയത്തോടെ ചോദിച്ചു, ഇങ്ങേറിത് എവിടുത്തെ എംഡിയാ? ഫിഷിന്ന് വെച്ചാ ചീഞ്ഞ് നാറുന്നെന്ന് എന്തോ. എന്താടാ ചീഞ്ഞത്? നീ കുളിച്ചില്ലേ? അനുവിൻ്റെ കലിപ്പ് കാണെ അവളിൽ നിന്ന് വിട്ട് ഭദ്രനടുത്തേക്ക് നടന്നുകൊണ്ട് അരവിന്ദൻ ചോദിച്ചു. നീ ഇനി മിണ്ടിയാൽ അടുത്ത വട്ടം മുറിയിൽ പൂട്ടിയിടുന്നത് നിന്നെയായിരിക്കും. ഷെടാ, ഒരു സംശയം ചോദിക്കാനും പാടില്ലേ? ഭദ്രൻ്റെ നോട്ടം കാണെ പിറുപിറുത്തുകൊണ്ട് അവൻ മുഖം വീർപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. സൂര്യയും സന്ദീപും എന്തിയെ പിള്ളേരെ? നിങ്ങളുടെ കൂടെ വന്നതല്ലേ അവരും? സൂര്യയെ കണ്ടില്ല ചെറിയമ്മേ, സന്ദീപ് ഇപ്പോൾ വരും. ഒരു നല്ല കാര്യത്തിന് പോയതാ. വേണിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഭദ്രനെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ലളിതാമ്മ ചോദിച്ചത് കേട്ട് അരവിന്ദൻ ചിരിയടക്കിക്കൊണ്ട് പറഞ്ഞു, ആണോ? എന്നാ പതിയെ വരട്ടെ. പോയ കാര്യം നന്നായി നടന്നാൽ മതിയായിരുന്നു. അത് നടക്കും. അത് നടത്താൻ പറ്റിയ ആൾക്കാരുടെ കൂടെ പോയേക്കുന്നേ. സന്ദീപിൻ്റെ ഇടവും വലവുമായി പോയ പോലീസിനെ ഓർക്കെ ചിരിയോടെ അരവിന്ദൻ പറഞ്ഞു. ആ, എൻ്റെ പിള്ളേർ പിന്നെ എന്തിനു പോയാലും വിജയിച്ചേ വരൂ. ഞാൻ വളർത്തിയ പിള്ളേരല്ലേ. നിൻ്റെയൊക്കെ ഈ വരുന്ന ചെറിയച്ഛൻ ജോലിയെന്നും പറഞ്ഞ് അലഞ്ഞു നടക്കുമല്ലായിരുന്നോ? മുറിയിൽ നിന്നും ഇറങ്ങി വരുന്ന വിജയച്ചനെ നോക്കി പുച്ഛത്തോടെ ലളിത പറഞ്ഞു. അതെ അതെ, ആ ഒരു ഗുണം കാണാനുണ്ട് അവർക്ക്. നീയൊക്കെ എന്തുവാ കുശുകുശുക്കണേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും ശ്രദ്ധിക്കാതെ സോഫയിൽ വന്നിരുന്ന ചെറിയച്ഛനെ ഒന്ന് നോക്കി അനു വേണിയുടെ ചെവിയിൽ പിറുപിറുക്കുന്നത് കേട്ട് ലളിത ചോദിച്ചു. പറയാനുണ്ടോയെന്ന് ചോദിച്ചാൽ ദാ അതിനുള്ള ഉത്തരം വന്നു കഴിഞ്ഞല്ലോ. പുറത്ത് പോലീസ് ജീപ്പ് കൊണ്ട് നിർത്തിയത് കണ്ട് അനു അങ്ങോട്ടേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇതെന്താ പോലീസ് ജീപ്പൊക്കെ? നീയൊക്കെ എന്തെങ്കിലും ഒപ്പിച്ച് കാണും അല്ലേ? പോലീസ് ജീപ്പ് കണ്ട് പരിഭ്രമം വന്നെങ്കിലും ലളിതാമ്മ എല്ലാവരോടുമായി ചോദിച്ചു. ഞങ്ങളൊന്നും ഒപ്പിച്ചില്ല ചെറിയമ്മേ. ഒപ്പിച്ചത് ദേ അവർ രണ്ടുപേരും കൂടിയാ. ഇവൾ അച്ചുവല്ലേ? വേണിയുടെ അനിയത്തി. ഇവളെന്താ ഇവൻ്റെ കൂടെ? അനുവിനെ നോക്കി കലിപ്പിച്ചു നിന്ന ലളിതാമ്മ അവൾ പറയുന്നത് കേട്ട് മുന്നിലേക്ക് നോക്കി ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. എന്താ പിള്ളേരെ? എന്താ വിജയ? അകത്ത് നിന്ന് ജാനകിയമ്മയോടൊപ്പം പുറത്തേക്ക് വന്നുകൊണ്ട് മുറിയിലേക്ക് നോക്കി തറഞ്ഞു നിൽക്കുന്ന വിജയനോട് അടുത്തേക്ക് നടന്നുകൊണ്ട് പത്മനാഭൻ സംശയത്തോടെ ചോദിച്ചു. അറിയില്ലേട്ടാ, സന്ദീപ് ആ വേണിയുടെ അനിയത്തിയുടെ കൂടെ പോലീസ് ജീപ്പിലാണ് വന്നിറങ്ങിയത്. എന്താന്ന് ആരുമൊന്നും പറയുന്നുമില്ല. എന്തേലും പറ പിള്ളേരെ. അച്ചു എന്താ സന്ദീപിൻ്റെ കൂടെ? വിജയൻ പറഞ്ഞത് കേട്ടുകൊണ്ട് പുറത്തേക്ക് നോക്കിയ പത്മനാഭൻ അച്ചുവിനൊപ്പം അകത്തേക്ക് കയറാതെ വാതിൽപ്പടിയിൽ പരിങ്ങിക്കൊണ്ട് നിൽക്കുന്ന സന്ദീപിനെ കാണെ സംശയത്തോടെ ബാക്കിയുള്ളവരോടായി ചോദിച്ചു. അതച്ചാ, സന്ദീപിനെയും അച്ചുവിനെയും അവിടെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടതുകൊണ്ട് പോലീസ് പിടിച്ചു. കല്യാണവും നടത്തി കൊടുത്തു. വിജയച്ചനെ ഒന്ന് നോക്കി ചെറിയ വിഷമം തോന്നിയെങ്കിലും അരവിന്ദൻ പറഞ്ഞു. എന്താ കല്യാണമോ? അതും ഇവളുമായിട്ടോ? സമ്മതിക്കില്ല ഞാനിതിന്. അരവിന്ദൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേൾക്കെ ഞെട്ടലോടെ ലളിതാമ്മ മുന്നിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങിയിരുന്നു. ഇങ്ങോട്ട് വാടാ, ഇതിനാണോ നിന്നെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നത്? ഇവളെപ്പോലൊരു പെണ്ണിനെ ഇറങ്ങടി ഇവിടുന്ന്. സന്ദീപിൻ്റെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചുകൊണ്ട് ലളിതാമ്മ അച്ചുവിനോട് ദേഷ്യത്തോടെ പറഞ്ഞു. അടങ്ങി നിൽക്ക് ലളിതേ. എന്താ ഭദ്ര, എന്താ ഇതൊക്കെ? നീ ഉണ്ടായിരുന്നില്ലേ ഇവിടെ? നിനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലേ? ലളിതയോട് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്ന് വന്ന് വേണിക്കരികിൽ നിന്നുകൊണ്ട് പുറത്തെ കാഴ്ച വീക്ഷിക്കുന്നവനെ കാണെ പത്മനാഭൻ ഗൗരവത്തോടെ ചോദിച്ചു. ഞാൻ എന്ത് ചെയ്യാനാ വല്യച്ഛ? ഇഷ്ടപ്പെട്ടവർ തമ്മിൽ കല്യാണം കഴിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തന്നെ നോക്കി നിർവികാരതയോടെ നിൽക്കുന്ന സന്ദീപിനെ കാണെ ഭദ്രൻ ചിരിയോടെ പറഞ്ഞു. ഇവളൊരുത്തിയാ എല്ലാത്തിനും കാരണം. അനിയത്തിയെ കൂടി ഇവിടെ എത്തിച്ച് എല്ലാം കൈക്കലാക്കാനുള്ള പരിപാടിയായിരുന്നു രണ്ടിൻ്റെയും. സന്ദീപിൻ്റെ വിഷമിച്ച മുഖം കാണെ വേണിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ലളിതാമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. അതിന് സന്ദീപിൻ്റെ കയ്യിൽ എന്തോ ഇരുന്നിട്ട് കൈക്കലാക്കാനാ ചെറിയമ്മേ? അവനെന്തേലും സമ്പാദിച്ച് വെച്ചിട്ടുണ്ടോ? വേണിക്ക് മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് ഭദ്രൻ പുച്ഛത്തോടെ ചോദിച്ചു. സന്ദീപേ, ഇവളെ കൊണ്ട് അവളുടെ വീട്ടിൽ വിട്ടിട്ട് വന്നേ നീ. കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ലല്ലോ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാനുള്ളതൊക്കെ കൊണ്ടുകൊടുത്തിട്ട അമ്മേ അവരിങ്ങോട്ട് കൊണ്ടുവിട്ടത്. ഭദ്രൻ പറഞ്ഞത് കേട്ട് മുഷിച്ചലോടെ സന്ദീപിന് നേരെ തിരിഞ്ഞുകൊണ്ട് ലളിതാമ്മ ചോദിച്ചത് കേൾക്കെ സന്ദീപ് മുഖം കുനിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. ഡി, നിനക്ക് നഷ്ടപരിഹാരം വല്ലതും വേണമെങ്കിൽ ചോദിച്ചോ, തരാം. അല്ലാതെ ഈ വീട്ടിൽ സുഖിച്ച് ജീവിക്കാമെന്ന് വെച്ചാൽ അത് മനസ്സിലിരിക്കുകയുള്ളൂ.
സന്ദീപ് പറഞ്ഞത് കേൾക്കെ നിരാശ തോന്നിയെങ്കിലും ലളിതാമ്മ അച്ചുവിനെ നേരെ തിരിഞ്ഞുകൊണ്ട് ഭീഷണിയോടെ പറഞ്ഞു, ദേ എന്നോട് കളിക്കാൻ വന്നാലുണ്ടല്ലോ, നിങ്ങളുടെ മോൻ്റെ സവിശേഷ ഗുണമൊക്കെ എനിക്കറിയാം. അങ്ങനെ ഒരുത്തനെ കെട്ടണമെന്ന് എനിക്കൊരു വിചാരവുമില്ലായിരുന്നു. പെട്ടുപോയതാ ഞാൻ എന്നും പറഞ്ഞ് ഭീഷണി കൊണ്ട് എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ആ പോയ പോലീസ് ജീപ്പ് ഒന്നും കൂടി ഇങ്ങോട്ട് വരും നിങ്ങളെ കൊണ്ടുപോകാൻ. ഗാർഹിക പീഡനത്തിന് വേണോ? അയ്യോ, എൻ്റെ മോൻ്റെ ജീവിതം പോയല്ലോ. ഞാനിനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ലളിതാമ്മ പറഞ്ഞത് കേൾക്കെ അത്രയും നേരം സഹിച്ചു നിന്ന അച്ചു ദേഷ്യത്തോടെ തിരിച്ചു പറഞ്ഞതും ലളിത ഞെട്ടലോടെ പടിയിൽ ഇരുന്നു കൊണ്ട് തലയിൽ കൈവച്ചുകൊണ്ട് കരഞ്ഞു വിളിച്ചു, നിങ്ങൾ അകത്തോട്ട് വാ, അകത്ത് കയറി ബാക്കി സംസാരിക്കാം. പുറത്തുനിന്ന് ബഹളം വെച്ച് ആൾക്കാരെ വിളിച്ചു കൂട്ടാതെ. വാ ലളിതേ. പത്മനാഭൻ പറഞ്ഞതും മുന്നിൽ നിൽക്കുന്നവരെ നോക്കാതെ കണ്ണു തുടച്ചുകൊണ്ട് ലളിതാമ്മ അകത്തേക്ക് കയറി സോഫയിലേക്ക് ഇരുന്നിരുന്നു. അതൊന്നു നോക്കിക്കൊണ്ട് ബാക്കിയുള്ളവരും അകത്തേക്ക് നടന്നു.